പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനം പെട്ടെന്ന് വീര സവർക്കറുടെ ഓർമ്മകൾ കൂടി ഉണർത്തുകയാണ്. അദ്ദേഹം അവിടെ സന്ദർശനം നടത്തി. അവിടെ വെച്ച് കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച സവർക്കറുടെ ഒരു വീരകഥയുണ്ടല്ലോ, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മരണ എല്ലാവരിലും ഇന്നലെ ഉണ്ടായി. പക്ഷെ അത് പറയുമ്പോൾ പെട്ടെന്ന് സാർ എന്നോട് പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് സംശയം. സവർക്കറുടെ കൂടെ ആൻഡമാനിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ആരാണ് സവർക്കറുടെ സഹായിയായിരുന്ന ആ മലയാളി? അതെ, ഈ നമ്മൾ സജീവമായിട്ട് പത്രപ്രവർത്തനം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കും. ഈ മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞ സവർക്കറുടെ ഓർമ്മക്കുറിപ്പിൽ എൻ്റെ നാട് കടത്തൽ എന്ന് മലയാളത്തിൽ പെട്ടെന്ന് പരിഭാഷ ചെയ്യാമായിരിക്കും. അതിൽ മിസ്റ്റർ നായർ എന്ന് പറഞ്ഞ് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ പറ്റി പറയുന്നുണ്ട്. കുറച്ച് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതാരാണെന്ന് കണ്ടുപിടിക്കേണ്ട ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേര് നായർന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിസ്റ്റർ നായർന്ന്. എവിടുത്തുകാരനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മലയാളിയാണ്, നായർ എന്നാണ് പേര്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മലയാളിയാണ്, മിസ്റ്റർ നായർ എന്നാണെന്നും. സാർ അതൊന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാലോ. അപ്പോൾ ഇതില് ഇവർ തമ്മിൽ അത്രമാത്രം ഗാഢമായ സൗഹൃദം അവിടെ വെച്ച് രൂപപ്പെട്ടു. ഇദ്ദേഹം അവിടെ ജയിലിൽ ക്ലർക്കായിട്ടാണ് ജോലി ചെയ്തത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ നായർ ക്ലർക്കായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അവസാനം ഇവർ തമ്മിലുള്ള ബന്ധം സംശയിച്ചിട്ട് ഈ നായരെ അവിടുത്തെ സൂപ്രണ്ട് 2 ദിവസം കടുത്ത ഈ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നൊക്കെ ഉണ്ട്. കാരണം പുറത്തുള്ള വിവരങ്ങൾ സവർക്കറും കൂട്ടരും ഇപ്പോൾ വലിയ വിപ്ലവകാരികളാണല്ലോ. സവർക്കറുടെ സഹോദരനും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഇവരറിയുന്നുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലായിട്ട് ചോദ്യം ചെയ്യുന്ന സംഭവമൊക്കെ സവർക്കർ വിവരിച്ചിട്ടുണ്ട്. ഈ നായരെ സൂപ്രണ്ട് നായർ ജയിൽ ജീവനക്കാരനായിരുന്നോ അതോ ക്ലർക്കായിരുന്നു? അവിടെ എനിക്ക് ഇത് വായിക്കുമ്പോൾ ഒരു സംശയം ഞാൻ പറയാം. അത് സവർക്കരും പറഞ്ഞിട്ടില്ല. അവിടെ തടവ് പുള്ളിയായിരുന്ന ഒരാളെ ക്ലർക്കായിട്ട് ഉപയോഗിച്ചിരുന്നതും ആകാം. അത് നമ്മൾ ഈ പ്രേക്ഷകരാരെങ്കിലും കണ്ടിട്ട് ഇന്നയാളാണെന്ന് കണ്ടുപിടിച്ച് വന്നാൽ നന്നായിരിക്കും. അത് അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രേക്ഷകരോടാണ് ഈ പറയുന്ന കഥ ഒന്ന് കേൾക്കുക. കഥയല്ല, ചരിത്രമാണ്. അങ്ങനെ ആൻഡമാനിൽ സവർക്കറുടെ വളരെ അടുപ്പക്കാരനായിരുന്ന ഒരു നായരുണ്ടായിരുന്നു. ആ നായർ ആരാണ് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റായിട്ടിടുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ നമ്മുടെ നമ്പർ കിട്ടും. അതിൽ നമ്മളെന്ത് വിളിക്കുകയോ ചെയ്താൽ നമുക്ക് കൂടുതൽ വിശദമായി അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഒരു സാധ്യതയും കൂടിയുണ്ട്. ഈ മിസ്റ്റർ നായർ എന്ന് പറയുന്ന ആളുടെ പേരിൽ നായർന്ന് ഉണ്ടാവണം എന്ന് പോലും ഇല്ല. ഈ ബ്രിട്ടീഷുകാരെ അയാളെ പിടിച്ച് പിന്നെ ശിക്ഷിക്കരുത്. ബ്രിട്ടീഷ് കാലത്തെ കഥയല്ലേ എഴുതുന്നത്, 1912 കഥയാ. ഒരു മലയാളിയായിരുന്നിരിക്കും എന്നേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ശിക്ഷയ്ക്ക് വിധേയനാകാതിരിക്കാൻ മിസ്റ്റർ നായർ എന്ന് മാത്രം പറഞ്ഞതും ആകാം. ഒരു രഹസ്യ പേര്, കോഡ് പേര് കൊടുത്തതായിരിക്കും. അങ്ങനെയും ആകാം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ നടന്ന ഒരു വധശ്രമം, വൈസ്രോയിയെ വധിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടന്നു. ഈ സംഭവം ഉടനെ സവർക്കർ അറിയുന്നു ഇവിടെ. അതാണ് വലിയ സംശയം ഉണ്ടാക്കിയത് നായരെ പറ്റി അവിടുത്തെ ഈ സായിപ്പന്മാർക്കിടയിൽ. എന്നിട്ടാണ് ആ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോർഡ് ഹാർഡിങ് വൈസ്രോയിയായിട്ട് കിരീടധാരണം നടത്താനായിട്ട് വരികയാണ്, ബ്രിട്ടീഷ് വൈസ്രോയി. അപ്പോൾ അവിടുത്തെ ദർബാറും ഒക്കെ നടക്കാനായിട്ട് ആനപ്പുറത്ത് വരികയാണ് ഈ വൈസ്രോയി. അങ്ങനെ ആനപ്പുറത്ത് വരുമ്പോൾ ആ കാലത്ത് അനുശീലൻ സമിതി എന്ന് പറഞ്ഞൊരു ബംഗാൾ കേന്ദ്രമായിട്ട് ഒരു തീവ്രവാദി സംഘടനയുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആ അനുശീലൻ സമിതിയാണ് ഈ റാഷ് ബിഹാരി ബോസൊക്കെ ഇല്ലേ, മറ്റേ സുഭാഷ് ചന്ദ്രബോസൊക്കെ ആദ്യകാലത്ത് അനുശീലൻ സമിതിയുടെ പ്രവർത്തകരാണ്. കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടും അതിലുണ്ടായിരുന്ന ആൾ പി കൃഷ്ണപിള്ളയാണ്. ജയിലിൽ വെച്ചിട്ട് EMSനെ അനുശീലൻ സമിതിയിൽ ചേർക്കുന്നതായിട്ട് EMSൻ്റെ ആത്മകഥയിലും ഒക്കെ പറയുന്നുണ്ട്. ഈ അനുശീലൻ സമിതിയിലുണ്ടായിരുന്ന ബസന്തകുമാർ ബിശ്വാസ് ഒരു നാടൻ ബോംബ് ഈ ആനപ്പുറത്ത് വരുന്ന വൈസ്രോയുടെ മുകളിലേക്ക് താഴെ നിന്ന് എറിയാണ്. അപ്പോൾ വൈസ്രോയ്ക്ക് പരുക്കൊക്കെ പറ്റി, പുറകിൽ തോളത്ത് ഒക്കെ പരിക്ക് പറ്റി.
അയാളുടെ ഒരു സഹായി പുറകിൽ ഈ സാധനങ്ങളുമൊക്കെ താലവുമൊക്കെ എന്തി നടന്നിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. ബോംബ് ലക്ഷ്യം തെറ്റി, ഉന്നം തെറ്റിയാണ് പോയത്. മറ്റേ ആൾക്ക് പുറകിലും തോളത്തും പരിക്ക് പറ്റു, പക്ഷെ കൊണ്ട് ചെന്നത് ഈ സഹായിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടു. വൈസ്രോയിയെ തന്നെ 1912 കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത് അമ്പരപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനെ. അത്രയും ധൈര്യം ആര് കാണിക്കുന്നു എന്നുള്ളതൊക്കെ ഭരണകൂടത്തിന് വറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയിലുള്ള വിപ്ലവകാരികളെയൊക്കെ പരിശോധിക്കുന്ന, അവരുടെ വീട്ടിൽ സ്ഥലത്തൊക്കെ റെയ്ഡ് നടത്തുന്നതൊക്കെ കൂട്ടി അവർ. ഈ ബാക്കി ആൻഡമാനിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കേസിൽ സംഭവിച്ചത് പറയാം. 1914 ഒക്ടോബർ 5 ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മറ്റേ ബിശ്വാസിനെ തൂക്കിക്കൊല്ലുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലാലാ ഹനുമന്ത് സഹായിയെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. ആൻഡമാനിലേക്ക് വിടാനും ശിക്ഷിച്ചു. 4 പേർക്ക് തൂക്കുശിക്ഷ, വധശിക്ഷ വിധിച്ചു. ഈ കേസിൽ വൈസ്രോയെ കൊല്ലാൻ ശ്രമിച്ചതിൽ ബസന്തകുമാർ ബിശ്വാസിനെ 1915 മെയ് 11 തൂക്കിക്കൊന്നു, 3 കൊല്ലം കഴിഞ്ഞിട്ട്. അത് അംബാല സെൻട്രൽ ജയിലിലാണ് മറ്റേ ആരാച്ചാര് തൂക്കിക്കൊല്ലുന്നത്. അന്ന് 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അത് ശരി. ഇന്ത്യയിൽ ആ ചെറിയ പ്രായത്തിൽ ഇഷ്ടപ്പെടുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ബിശ്വാസ്. അപ്പോൾ ഈ സംഭവം പെട്ടെന്ന് ആൻഡമാനിലിരിക്കുന്ന ഈ വൈസ്രോയ്ക്കെതിരെ ബോംബെറിഞ്ഞത് ആൻഡമാൻ ജയിലിൽ കഴിഞ്ഞ് സവർക്കർ അറിയുന്നു. സവർക്കർ അറിയുന്നു എന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേ പോയ ഒരു ബ്രിട്ടീഷ് ഓഫീസറോട് സവർക്കർ ചോദിക്കുകയാണ്, ആ കിരീടധാരണ ചടങ്ങൊക്കെ നന്നായി നടന്നു അല്ലേ എന്ന് ചോദിച്ചു. ഒരു മുന വെച്ചിട്ട്, നിങ്ങൾ വിപ്ലവകാരികൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അത് ഗംഭീര ആഡംബരമായിട്ടും ആർഭാടവുമായിട്ടും അത് നടന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ബാറി എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഒരു ശത്രുവാണ് സൂപ്രണ്ട്. അത് സിനിമയിലൊക്കെ സവർക്കറിൻ്റെ വലിയ ശത്രുവാണ് ബാറിയുടെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം ഒക്കെ, ഭീകരമർദ്ദനം അനുഭവിച്ചിട്ടുണ്ടല്ലോ സവർക്കർ നടക്കുന്നതും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഓഫീസർ പോയിട്ട് ഈ ഓഫീസിൽ ചെന്ന് സൂപ്രണ്ടിനെയൊക്കെ കാണുമ്പോൾ അപ്പോൾ വന്ന ഈ കമ്പി സന്ദേശം ഉണ്ടല്ലോ, ഈ വൈസ്രോയ്ക്കെതിരെ നടന്ന ആക്രമണത്തിൻ്റെ, അത് ഈ ഓഫീസർക്ക് കൊടുക്കുകയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ. അതിലാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സവർക്കറോട് ഇയാൾ പറഞ്ഞു അത് ആർഭാടമായിട്ട് നടന്നു എന്ന്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് സംഭവം അപ്പോഴാണ് ഇയാള് പുലിവാല് പിടിച്ചല്ലോ, മണ്ടത്തരമായി പോയല്ലോ എന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇവര് ആരോ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ സവർക്കറെ, ഇവര് സംശയിച്ചത് ഈ മിസ്റ്റർ നായരെയാണ് എന്ന് സവർക്കർ എഴുതുന്നുണ്ട്. കാരണം ഓഫീസിൽ ആ സമയത്ത് വിവരമൊക്കെ വരുമ്പോൾ, ഈ സന്ദേശമൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ. കാരണം ഈ ഓഫീസർ നടന്നു പോകുമ്പോഴത്തേക്ക് ചോദിക്കുന്നു എങ്ങനെ നടന്നു എന്ന് ചോദിക്കുന്നു. പുള്ളി പറഞ്ഞത് ഗംഭീരമായി നടന്നു എന്ന് പറഞ്ഞ് പുള്ളി ആ മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് കമ്പി സന്ദേശം വരുന്നതെങ്കിൽ, അതല്ല കമ്പി സന്ദേശം അപ്പൊ എടുത്തു കൊടുക്കുന്നു. അപ്പൊ നേരത്തെ വന്നിട്ടുണ്ട് കമ്പി സന്ദേശം, ഇയാൾ അറിയാൻ വേണ്ടി അയാൾക്ക് അതാണ് കമ്പി സന്ദേശം നേരത്തെ വന്നിട്ടുണ്ട്. ആദ്യം സാർ പറഞ്ഞപ്പോൾ കമ്പി സന്ദേശം വന്നു എന്നാണ്. അപ്പോൾ ഒരു സംഭവം വന്നു, കമ്പി സന്ദേശം അന്നേരമാണ് വന്നതെങ്കിൽ എങ്ങനെ ഈ നായർ അറിയും എന്നൊരു ചോദ്യം. ഇയാൾക്ക് വിവരം, ഈ ഓഫീസർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ട് അയാൾ അറിയാൻ വേണ്ടി ആൾക്കും കൂടി കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ വന്ന മെസ്സേജ് അപ്പൊ കൊടുത്തു. അതെ, അപ്പോൾ സവർക്കറോട് നേരത്തെ അവിടെ നിന്ന് ഒരാള് പറഞ്ഞു ഇങ്ങനെ ടെലഗ്രാം വന്ന് കിടപ്പുണ്ട്, സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദ്യം ചെയ്യാണ്. ഈ നായരാണെന്ന് സംശയിച്ചിട്ട് 2 ദിവസം ക്രൂരമായ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നായർ പറയുന്നുണ്ട്, നായര് ആരെപ്പറ്റിയും പറഞ്ഞില്ല, ഞാനാണ് സവർക്കറോട് പറഞ്ഞതെന്ന് ഒന്നും പറഞ്ഞില്ല, ഒരു പേരും പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്നെ ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ശിക്ഷിച്ചോളൂ, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ നായർ തുറന്നു. അവസാനം ഈ
സവർക്കറുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവസാന വർഷം 10 കൊല്ലം 11 കൊല്ലം കിടക്കുന്നുണ്ടല്ലോ അവിടെ, അവസാനത്തെ കൊല്ലം നായരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ, ഈ സവർക്കറുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നായരെ തന്നെ ഇവരെ ചുമതലപ്പെടുത്തി എന്ന് സവർക്കർ എഴുതുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള സങ്കടം ഇതാരാണ് എന്ന് നമുക്കറിയില്ല. 1912 അവിടെ തടവുകാരനായിട്ടോ ക്ലാർക്കായിട്ടോ ഉണ്ടായിരുന്ന ഒരു മലയാളിയാണ്. അസാമാന്യമായ ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ്. മാത്രമല്ല വിപ്ലവകാരികളെ ആദരിച്ചിരുന്ന അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിട്ട് വിപ്ലവകാരികളെ ആദരിച്ചിരുന്ന ഒരു മലയാളിയുടെയും കൂടി ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് തോന്നുന്നത്. തടവുകാരനായിരുന്നെങ്കിൽ അത് ഈ പറയുന്ന മാന്യമായ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വീണ്ടും ഏൽപ്പിക്കുന്നില്ല, വീണ്ടും കൂടുതൽ കർക്കശമായ ശിക്ഷാവിധികളുള്ള തടവിലേക്ക് വിടത്തേ ഉള്ളൂ. ഇനി നീ ജോലി ചെയ്യണ്ട എന്ന് പറയത്തേ ഉള്ളൂ. അപ്പോൾ ജയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരാൾ വീര സവർക്കറുടെ സഹായിയായി അദ്ദേഹത്തിൻ്റെ ഹൃദയം കവർന്ന ഒരാളുണ്ടായിരുന്നു. അത് ആരാണെന്ന് ഒരുപക്ഷെ ഈ പറയുന്ന നായർ എന്ന് അദ്ദേഹം വിളിച്ച ആളിൻ്റെ സുരക്ഷിതത്വം കണക്കാക്കിയായിരിക്കണം അത് ഡീറ്റെയിൽസ് പറയാതിരുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ പറഞ്ഞാൽ ഇദ്ദേഹത്തെ വന്ന് ടോർച്ചർ ചെയ്യുമല്ലോ. ഇദ്ദേഹം തന്നെയാണ് ഇവർക്ക് ഇൻഫോം ചെയ്തത്, ഇൻഫോർമൻ്റ് ആണ് എന്ന് കരുതിയിട്ട് പിന്നീടും ശിക്ഷിക്കാം. അതെ, ക്രൈമല്ലേ. അതുകൊണ്ട് ഈ നായർ എന്നുള്ള 3 അക്ഷരങ്ങളിൽ ഒതുക്കി ഒരു രഹസ്യം സാവർക്കർ ഒളിപ്പിച്ചു വെച്ചു. നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ അതൊരു പുതിയ കണ്ടെത്തലാവും, ഒരു പുതിയ വായിക്കാത്ത ഒരു ചരിത്രത്തിൻ്റെ വലിയ വാർത്തയായിരിക്കും, പുതിയൊരു വായനയുമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു കഥ സവർക്കറെ സഹായിച്ച ഒരു അൻഡമാനിലുണ്ടായിരുന്ന ഒരു നായരോ അല്ലെങ്കിൽ മലയാളി, പേര് നായരെന്നായിരിക്കണമെന്നില്ല, പേര് മാറ്റി പറഞ്ഞതും ആവാം, മലയാളിയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ 1912 കാലത്ത് ഉണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.